ഒന്നാമത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, സർദാർ കെ എം പണിക്കർ. രണ്ടാമത്തെ ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1.25 കോടി മലയാളികൾ. മൂന്നാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യ, ചൈന. നാലാമത്തെ ചോദ്യം, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, കാൺപൂർ. അഞ്ചാമത്തെ ചോദ്യം, 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി, ഫിലാഡൽഫിയ. ആറാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം ഓപ്ഷൻ എ, അന്റോണിയോ ഗൂട്ടറസ്. ഏഴാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ചക്രവാതം. എട്ടാമത്തെ ചോദ്യം, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഒമ്പതാമത്തെ ചോദ്യം, എന്താണ് ക്ലിഫ്? ഉത്തരം ഓപ്ഷൻ എ, ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ സി, ടെറായി. 12ാമത്തെ ചോദ്യം, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, കൊൽക്കത്ത. 13ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1. വ്യാവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. 2. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. 3. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, 2 and 3. 14ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. 2. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. 3. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഉത്തരം ഓപ്ഷൻ സി, 1 and 3. 15ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. 16ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. ഉത്തരം ഓപ്ഷൻ എ, പത്മ സുബ്രഹ്മണ്യം. 17ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപ്പാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ പ്രസ്താവനകൾ ഏതെല്ലാം? 1. മൂലധനം മറ്റെല്ലാ ഉൽപ്പാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. 2. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. 3. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഉത്തരം ഓപ്ഷൻ ബി, 1 and 2. 18ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? 1. നിർമ്മല സീതാരാമൻ. 2. മൊറാർജി ദേശായി. 3. ചരൺ സിംഗ്. ഉത്തരം ഓപ്ഷൻ ബി, 1, 2 and 3. 19ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. 2. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. 3. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ എ, 1 and 2. 20ാമത്തെ ചോദ്യം, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ബി, 91ാം ഭരണഘടനാ ഭേദഗതി. 21ാമത്തെ ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. 2. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. 3. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 4. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ഉത്തരം ഓപ്ഷൻ സി, 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. 22ാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ എ, പി കെ തുങ്കൻ കമ്മിറ്റി. 23ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത്. 1. തുല്യ ജോലിക്ക് തുല്യ വേതനം. 2. ഏകീകൃത സിവിൽ നിയമം.
3 സംഘടനാ സ്വാതന്ത്ര്യം, 4 പൊതുതൊഴിലിൽ തുല്യ അവസരം. ഉത്തരം ഓപ്ഷൻ ഡി 3, 4 എന്നിവ. 24ാമത്തെ ചോദ്യം, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം ഓപ്ഷൻ ഡി സി വിജിൽ. 25ാമത്തെ ചോദ്യം, ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. 1 യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം. 2 സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം. 3 കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1, 2 എന്നിവ ശരിയാണ്. 26ാമത്തെ ചോദ്യം, നിലവിലെ കേന്ദ്ര പാർലമെൻ്ററികാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കിരൺ റിജിജു. 26ാമത്തെ ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2 ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. 3 വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം. 28ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1 അഴിമതി നിയന്ത്രിക്കുന്നതിന്. 2 ഉദ്യോഗസ്ഥർക്കിടയിലെ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്. 3 ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 29ാമത്തെ ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ഫെബ്രുവരി 2. 30ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി. 31ാമത്തെ ചോദ്യം, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഉത്തരം ഓപ്ഷൻ എ 9. 32ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര്? ഉത്തരം ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 33ാമത്തെ ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി NS മാധവൻ. 34ാമത്തെ ചോദ്യം, പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികളേവ? 1 ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. 2 ഡെൻറ്റിൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. 3 പൾപ്പ് ക്യാവിറ്റി, പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. 4 സിമൻറ്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല. ഉത്തരം ഓപ്ഷൻ ഡി 3ഉം 4ഉം ശരി. 35ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ജീവകം ഇ. 36ാമത്തെ ചോദ്യം, സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. അതിൽ രോഗങ്ങൾ, രോഗകാരി. 1 കോളറ വൈറസ്. 2 എലിപ്പനി ലെപ്റ്റോസ്പൈറ. 3 സ്ക്രബ് ടൈഫസ് വിബ്രിയോ കോളറ. 4 കുരങ്ങുപനി ബാക്ടീരിയ. ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. 30ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? 1 ധ്വനി, 2 അമൃതം ആരോഗ്യം, 3 ശ്രുതി തരംഗം, 4 കാതോരം. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. 31ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? 1 ക്യാൻസർ സിലിക്കോസിസ്, 2 ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ, 3 എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ്, 4 പോളിയോ ടെറ്റനസ്. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. 39ാമത്തെ ചോദ്യം, സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. 1 ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യുഫോട്ടിക് മേഖല. 2 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല. 3 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം ശരി. 40ാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 1 ഇന്ത്യ, 2 അമേരിക്ക, 3 സൗദി അറേബ്യ, 4 കെനിയ. ഉത്തരം ഓപ്ഷൻ ഡി 3. 41ാമത്തെ ചോദ്യം, മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്?
1 കാനഡ, 2 ജർമ്മനി, 3 നൈജീരിയ, 4 ഇംഗ്ലണ്ട്. ഉത്തരം ഓപ്ഷൻ എ 3 നൈജീരിയ. 42ാമത്തെ ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നുപോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഉത്തരം ഓപ്ഷൻ ബി പൂർണ്ണാന്തരിക പ്രതിഫലനം. 43ാമത്തെ ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി സെക്കൻഡ്. 44ാമത്തെ ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഉത്തരം ഓപ്ഷൻ എ -8 സെൻറ്റിമീറ്റർ. 45ാമത്തെ ചോദ്യം, ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം? ഉത്തരം ഓപ്ഷൻ എ മുംബൈ. 46ാമത്തെ ചോദ്യം, ചാറ്റ് GPT നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ഇറ്റലി. 47ാമത്തെ ചോദ്യം, കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. 48ാമത്തെ ചോദ്യം, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്തു സംഭവിക്കും? ഉത്തരം ഓപ്ഷൻ എ FeCl3H2 ഉണ്ടാകുന്നു. 49ാമത്തെ ചോദ്യം, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം? ഉത്തരം ഓപ്ഷൻ ഡി 10. 50ാമത്തെ ചോദ്യം, ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്? ഉത്തരം ഓപ്ഷൻ ബി TiO2 ടൈറ്റാനിയം ഡയോക്സൈഡ്. 51ാമത്തെ ചോദ്യം, അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ബോയിൽ നിയമം. 52ാമത്തെ ചോദ്യം, പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കാക്കനാട്. 53ാമത്തെ ചോദ്യം, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? ഉത്തരം ഓപ്ഷൻ സി PJ ആൻ്റണി. 54ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? 1. മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. 2. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമുന. 3. പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രമാണ് മൈമുന. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം ശരി. 55ാമത്തെ ചോദ്യം, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി EV രാമകൃഷ്ണൻ. 56ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1. ഷാജി N. കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 2. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. 3. G. അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. 57ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി സച്ചിൻ തെണ്ടുൽക്കർ. 58ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജയ്പാൽ സിംഗ്. 59ാമത്തെ ചോദ്യം, പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ.